പരിമിതമായ ബുദ്ധിയുടെ മണ്ഡലത്തിനകത്ത് വെച്ച് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളി വരാനിരിക്കുന്ന യാഥാർത്ഥ്യമായ പരലോക ജീവിതത്തെ കളിയാക്കി കൊഞ്ഞനം കുത്തി അവസാനം റബ്ബിന്റെ വിചാരണയുടെ കോടതിയിൽ വന്നുകൊണ്ട് നരകം കാണുമ്പോൾ ആ നരകത്തെ അവരെ കാണുന്ന രൂപം എന്താണെന്നറിയുമോ? വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള, വലിയ പർവ്വതങ്ങൾ പോലെയുള്ള, ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ മുകളിലോട്ട് വമിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ നരകം. ആ നരകമങ്ങ് കാണുമ്പോൾ ആ നരകത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ചില ആളുകളുണ്ട്. അവരുടെ മുഖങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അവരുടെ ഗ്രന്ഥം നൽകപ്പെട്ട രീതി കണ്ടാൽ മനസ്സിലാവും, അവരുടെ തുലാസ് കണ്ടാൽ മനസ്സിലാവും. ആ ആളുകൾ നരകത്തെ കാണുമ്പോൾ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ വസാഹിബതിഹി വഅഖീ വഫസീലതിഹി അല്ലതീ തുവീ വമൻ ഫിൽ അർദി ജമീഅ ثم ينجي كلا إنها لظى نزاعة للشوى. സൂറത്തുൽ മാരിജിലൂടെ ആ സമയത്ത് മനുഷ്യൻ കടന്നു പോകുന്ന മാനസികമായ അവസ്ഥയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. നരകത്തിലെ അദാബിനെ കുറിച്ചല്ല, ആ നരകം കാണുന്ന, ആ നരകം ദർശിക്കുന്ന കുറ്റവാളിയായ ഒരു മനുഷ്യന്റെ മനോവ്യവഹാരത്തെ കുറിച്ചാണ് ലോകത്തിന്റെ രക്ഷിതാവ് സംസാരിക്കുന്നത്. എന്താണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ? എൻ്റെ ഉമ്മാനെ പകരം തരാം, എൻ്റെ ബാപ്പയെ പകരം തരാം, എൻ്റെ മക്കളെ പകരം തരാം, എൻ്റെ ഭാര്യയെ പകരം തരാം, എൻ്റെ ആത്മമിത്രത്തെ പകരം തരാം. വമൻ ഫിൽ അർദി ജമീഅ. ഈ ദുനിയാവിൽ ആരൊക്കെ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെ എല്ലാം പകരം തരാം. സുമ്മ യുൻജി. എന്നിട്ട് ഞാൻ മാത്രം ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, ഞാൻ മാത്രം ഒന്ന് വിടുതൽ നൽകപ്പെട്ടിരുന്നെങ്കിൽ, ഉദർ നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഓരോ കുറ്റവാളിയും ആഗ്രഹിച്ചു പോകുന്നതാണ്. രക്ഷപ്പെടാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബും മുഖീം. ഓരോ സന്ദർഭത്തിലും ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നതാണെന്നാൽ വമാ ഹും ബിഖാരിജീന മിനന്നാർ. ആ നരകത്തിൽ നിന്ന്, ആ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. വലഹും അദാബും മുഖീം. നിലനിൽക്കുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാകുക. ഭീകരമായ, ഭയാനകമായ, നമ്മുടെ സകല കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള വേദനാജനകമായ ശിക്ഷ, നരകത്തിന്റെ അദാബ് വിവരിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ 3 രീതിയിലാണ് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ എന്നാണ്. ഒരു മനുഷ്യന് വേദന എത്രത്തോളം അനുഭവിക്കാൻ സാധിക്കുമോ അത്രത്തോളം തീവ്രതയിൽ നരകവാസി വേദന അനുഭവിക്കുമെന്നാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ സൗഫ നുസ്ലീഹിം നാറാ, പിന്നീട് നരകത്തിൽ എരിയുന്നതാണ്. ഏത് വിധത്തിലാണ് അവർ എരിയുക? കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അവന്റെ തൊലിപ്പുറം ഇങ്ങനെ ഉരുകി തീരുമ്പോ, കത്തിത്തീരുമ്പോ പകരമായി മറ്റൊരു തൊലി കൊടുത്തുകൊണ്ട് അല്ലാഹു അവനെ ശിക്ഷ അനുഭവിപ്പിക്കുകയാണ്. നരകത്തിന്റെ തീ ഒരിക്കലും പ്രകാശം നൽകുന്നതല്ല. ആ നരകത്തിലുള്ള പുക കൊണ്ടുള്ള നിഴലുകൾ ഒരിക്കലും പ്രകാശം ഒരിക്കലും സമാധാനം നൽകുന്നതല്ല. വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ ഫീ സമൂമിൻ വഹമീം വദുല്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ വകാനൂ യസിറൂന അലൽ ഹിൻസിൽ അദീം. ഇടതിന്റെ ആളുകൾ എവിടെയാണ് ഉണ്ടാകുക? അതിഭയാനകമായ നരകത്തിന്റെ അടിയിലാണ് ഉണ്ടാവുക, അതിന്റെ നിഴലിലാണ് ഉണ്ടാവുക. അതൊരിക്കലും തണുപ്പ് നൽകുന്നതല്ല കേട്ടോ. ലാ ബാരിദിൻ വലാ കരീം, ഒരിക്കലും തണുപ്പ് നൽകുന്നതോ സുഖപ്രദമായതോ മാന്യമായതോ അല്ല. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. എന്താണ് അതിന്റെ കാരണം? അവർ മുൻപ് സുഖിയന്മാരായിരുന്നു. സകല സുഖങ്ങളും സന്തോഷങ്ങളും ആർഭാടങ്ങളും അനുഭൂതികളും ആവോളം ആസ്വദിച്ചുകൊണ്ട് ഈ പരലോക ജീവിതത്തിന്റെ കടക്ക് പറച്ചിലിനെ കുറിച്ച് പൂർണ്ണമായി മറന്നുപോയവരാണ്. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. വമ്പിച്ച പാതകങ്ങളിൽ എത്ര മുന്നറിയിപ്പ് കേട്ടിട്ടും, എത്ര തന്നെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടും, എത്ര തന്നെ പരലോകത്തെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവർ തയ്യാറായിരുന്നില്ല.
وكانوا يقولون أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم. അള്ളാഹുവിന്റെ മുന്നറിയിപ്പിന്റെ സ്വരത്തെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിന്റെ വചനത്തെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അവരതാ പറഞ്ഞിരുന്നു, ദുനിയാവിൽ വെച്ച് അവർ പറഞ്ഞിരുന്നു, നമ്മൾ മണ്ണിനോട് ലയിച്ചു കഴിഞ്ഞാൽ, എല്ലുകൾ പോലും നുരുമ്പിച്ച് മണ്ണായി മാറിക്കഴിഞ്ഞാൽ, പിന്നീട് ഒരു വട്ടം, പിന്നീട് ഒരു അവസരത്തിൽ മറ്റൊരു ലോകത്ത് വെച്ച് നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ, നമ്മുടെ മുൻഗാമികളും ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികളും ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? ഖുൽ നബിയെ പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളാകട്ടെ പിൻഗാമികളാകട്ടെ നിശ്ചയമെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, കണക്കാക്കപ്പെട്ട നിശ്ചിതമായ സ്ഥലത്തും സമയത്തും അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമയിൽ എന്ന് പറയുന്നു, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തനപ്പിനെ പോലും ശരിപ്പെടുത്താൻ നാം കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, നരകവാസികളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ചപ്പോ, ആ ഭീകരമായ പുകക്കുള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകവാസികളെ കുറിച്ച് റബ്ബ് പറഞ്ഞപ്പോ അവർ പറയുന്ന വാക്കുകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഒന്നാമതായി അദാബുൻ അലീം എന്ന് പറയുമ്പോൾ വേറൊരു ശിക്ഷയെ കുറിച്ചല്ല പറയുന്നത്. എന്താണെന്ന് അറിയുമോ? അദാബുൻ അദീം, വമ്പിച്ച ശിക്ഷയാണ്, ഭയാനകമായ ശിക്ഷയാണ്, ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ശിക്ഷയാണ്. ആ നരകത്തിൽ കേൾക്കാൻ കഴിയുന്ന ഒരേ ഒരു ശബ്ദം പ്രിയപ്പെട്ടവരെ ദീനരോധനങ്ങൾ മാത്രമാണ്, സഹായാർത്ഥനകൾ മാത്രമാണ്. ആരോടൊക്കെയാണ് സഹായമർത്ഥിക്കുക? അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ഇന്നാ നസീനാക്കും, ഞാനിതാ നിങ്ങളെ മറന്നിരിക്കുന്നു. ഇനി എന്റെ ഉത്തരം നിങ്ങൾക്കില്ല, എന്റെ കരുണ നിങ്ങൾക്കില്ല, എന്റെ കടാക്ഷം നിങ്ങൾക്കില്ല. ഞാനിതാ നിങ്ങളെ മറന്നിരിക്കുകയാണ്. ഏതുപോലെ കമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നതുപോലെ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ വിസ്മരിച്ചതുപോലെ ഞാനിതാ നിങ്ങളെ മറന്നിരിക്കുന്നു. അതാ നരകവാസികൾ വീണ്ടും ആർത്തുകരയുകയാണ്. ആരെ വിളിച്ചിട്ട്? വനാദു യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക്, അല്ലയോ മാലിക്കേ, നരകത്തെ കാക്കുന്ന മലക്കുകളുടെ നേതാവാണ് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. ആ മാലിക്കിനെ വിളിച്ചിട്ടാണ് പിന്നീട് കരയാൻ തുടങ്ങുന്നത്. വനാദു യാ മാലിക്, അല്ലയോ മാലിക്കേ. എന്തിനാണ് ഈ നരകവാസികൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ? തങ്ങൾക്ക് മോചനം കിട്ടാനല്ല, നരകമോചനം കിട്ടാനല്ല, ഭക്ഷണത്തിന് വേണ്ടിയല്ല, വെള്ളത്തിന് വേണ്ടിയല്ല. ലിയഖ്ദി അലൈനാ റബ്ബുക്, ഞങ്ങളെ ഒന്ന് കൊന്നു തരുമോ? ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചു തരുമോ? ഞങ്ങൾക്ക് മോചനം വേണ്ട, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണ്ട, ഞങ്ങൾക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആ നരകവാസികൾ ആർത്തലച്ച് പറയുകയാണ്. ആ മാലിക് എന്ന മലക്കിന്റെ മറുപടി എന്താണ്? ഖാല ഇന്നകും മാകിസൂൻ, മരണമില്ലല്ലോ കൂട്ടരെ, നിങ്ങൾക്ക് മരിക്കാൻ സാധ്യമല്ല എന്ന് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അതാ അവർ സ്വർഗവാസികൾ വിളിച്ചു കരയുന്നു. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അല്ലയോ സ്വർഗവാസികളെ, അല്ലയോ ജന്നത്തിന്റെ അഹ്ലുകാരെ, നിങ്ങൾക്ക് എത്രയോ പാനീയങ്ങൾ റബ്ബ് തന്നിട്ടുണ്ടല്ലോ. കള്ളിന്റെ പുഴകളുണ്ട്, പാലിന്റെ പുഴകളുണ്ട്, തേനിന്റെ പുഴകളുണ്ട്, കണ്ണീര് പോലെയുള്ള ചാലിട്ടൊഴുകുന്ന വെള്ളത്തിന്റെ അരുവികൾ എണ്ണമറ്റതായിട്ടുണ്ട്. അതിൽ നിന്ന് വല്ലതും ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരുമോ? ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? ഒന്ന് ഞങ്ങൾക്ക് അനുവദിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അവർക്കുള്ള മറുപടി എന്താണ് പ്രിയപ്പെട്ടവരെ? ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, നിഷേധികളെ, ഇന്നേ ദിവസം നിങ്ങൾക്കത് നിഷിദ്ധമാണ്. തൊണ്ട നനയുന്ന
ആശ്വാസം ലഭിക്കുന്ന, സാന്ത്വനം ലഭിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നിങ്ങളോടൊരു കരുണയുമില്ല, നിങ്ങളോടൊരു വിട്ടുവീഴ്ചയുമില്ല, നിങ്ങൾക്കൊരു പരിഗണനയുമില്ല, നിങ്ങൾക്കൊരു വിടുതലുമില്ല. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയുണ്ടല്ലോ, സിദ്നാഹും ഫൗഖൽ അദാബ്, ആ അദാബിന് പുറമെ അതിന്റെ മുകളിൽ അദാബ് ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല കൂട്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അദാബുൻ അദീം, ഭയാനകമായ വമ്പിച്ച ശിക്ഷയാണ്. മൂന്നാമതായി അല്ലാഹു പറഞ്ഞത് വലഹും അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷയാണ്, നിന്ദ്യമായ അദാബാണ് അവരെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ ശരീരത്തിന്റെ വേദന മാത്രമല്ല, മനസ്സിന്റെ വേദന കൂടിയുണ്ട്. ആ നരകത്തിൽ വെച്ച് പിശാച് പറയുന്ന ഒരു സംസാരമുണ്ട്. പിശാചിന്റെ ചതിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം നരകവാസികൾ കാണുന്ന ഒരു രംഗത്തെ കുറിച്ച് സൂറത്ത് ഇബ്രാഹിമിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോൾ നരകവാസികൾ നരകത്തിലും സ്വർഗവാസികൾ സ്വർഗത്തിലും, ആറാഫിന്റെ ആളുകൾ അസ്ഹാബുൽ ആറാഫ് ആറാഫിലും ആയി കഴിയുമ്പോൾ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നരകത്തിൽ നിന്ന് പറയുകയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു ഇതാ നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. തിന്മ ചെയ്താൽ നിങ്ങൾ നരകത്തിലെത്തുമെന്ന റബ്ബിന്റെ സത്യവാഗ്ദാനത്തിന്റെ പുലർച്ചയാണിത്. വഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങളോട് പറഞ്ഞത് പെണ്ണെ തുണിയുരിക, നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളം അതാണ്, പുരോഗമനത്തിന്റെ അടയാളം അതാണ്, നീ നേടിയെടുത്ത വളർച്ചയുടെ അടയാളം അതാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് വസ്ത്രമുരിയാൻ പറഞ്ഞിട്ടുണ്ട്. ലൈംഗിക സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളോട് പല വാഗ്ദാനങ്ങളും ഞാൻ നൽകിയിട്ടുണ്ട്. ഞാനിതാ എന്റെ വാഗ്ദാനത്തെ ലംഘിച്ചിരിക്കുന്നു, ഞാനിതാ എന്റെ വാക്കുകൾ മുഴുവൻ തെറ്റിച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല, നിങ്ങളെ വിളിക്കുക എന്നതല്ലാതെ. ഞാനൊന്ന് വിളിച്ചപ്പോ, ഞാൻ തെറ്റിലേക്ക് ക്ഷണിച്ചപ്പോ, ഷിർക്കിലേക്ക് ക്ഷണിച്ചപ്പോ, ബിദ്അത്തിലേക്ക് ക്ഷണിച്ചപ്പോ, വൻപാപത്തിലേക്ക് ക്ഷണിച്ചപ്പോ, ചെറുപാപത്തിലേക്ക് ക്ഷണിച്ചപ്പോ, വഞ്ചനയിലേക്ക്, തെറ്റിലേക്ക്, കുറ്റത്തിലേക്ക്, ഹക്കും ബാത്തിലും നോക്കാത്ത ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിച്ചപ്പോ ഒരു മടിയും കൂടാതെ എന്നിലേക്ക് വന്നില്ലേ? അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തുക എന്ന് ആ നരകത്തിൽ വെച്ച് ശൈത്താൻ പറയുമെന്നാണ്, ഇബ്ലീസ് പറയുമെന്നാണ്. അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷയാണ്, അപമാനകരമായ ശിക്ഷയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ നരകമോചനം നേടിയെടുക്കുക എന്നതാണ്. അഭീകരമായ നരകത്തിൽ നിന്ന് മോചനം നേടിയെടുക്കുക എന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ സകല പരിശ്രമത്തിൻ്റെയും സകല പ്രവർത്തനത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് നാം അടിവരയിട്ട് മനസ്സിലാക്കുക. ആ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച നമ്മുടെ ഉമ്മയും വാപ്പയും ഇറങ്ങി വന്ന ആ തറവാടുണ്ടല്ലോ, ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് വീണ്ടും ചെന്നു ചേർന്നണയുക എന്നത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. പരിശുദ്ധ ഖുർആനിൽ